ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പട്ടാമ്പി ഡയാലിസിസ് സെന്ററിൽ യന്ത്രങ്ങളെത്തി. അവസാനഘട്ട പ്രവർത്തികൾ പൂർത്തിയാക്കി ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുഹമ്മദ് മുഹസിൻ MLA ഫണ്ടിൽ നിന്ന് 1,23,00,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതിയുടെ പൂർത്തീകരണം. നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഡയാലിസിസിനുള്ള യന്ത്രങ്ങൾ എത്താത്തതായിരുന്നു കാരണം. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ 8 ഡയാലിസിസ് മെഷീനുകൾ കേന്ദ്രത്തിലെത്തിയത്. വൈദ്യുതീകരണം പൂർത്തിയാക്കുന്നതോടെ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഇതോടൊപ്പം കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നതായി MLA പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം ടെക്നീഷ്യൻ ആവശ്യമാണ്. ആ ടെക്നീഷ്യന് വേണ്ടി പോസ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് എംപ്ലോയ്മെൻറ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ടെക്നീഷ്യനെ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനം അതിൻ്റെ ഭാഗമായി ഓൾറെഡി നടക്കുകയാണ്. ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ മുനിസിപ്പാലിറ്റിയും അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലും കൂടെ ചേർന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം. NHMൻ്റെ കൂടി അതിനുള്ള സ്റ്റാഫ് നഴ്സുമാരെ പോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നടക്കുകയാണ്. ഇതുകൂടി ആയാലാണ് നമുക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഡയാലിസിസ് സെൻറ്റർ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നത്. ഇത് ഡിലേ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം മെഷീൻ വരാനുള്ള ഒരു സമയം. ആ മെഷീൻ വന്നപ്പോൾ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത പ്ലാൻ ചെയ്ത സംവിധാനത്തിലല്ല, കുറച്ചും കൂടെ മാറ്റമുള്ള കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള മെഷീനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 2023 ഡിസംബറിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തികൾ വൈകി. നിലവിൽ ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് സൗജന്യ ഡയാലിസിസ് ചെയ്യുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.